ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മൾബറിക്ക ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പൊ മൾബറിക്കയുടെ സീസൺ ആണല്ലോ, അപ്പൊ നമുക്കൊരു മൾബറി ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടില് ധാരാളം മൾബറിക്ക ഉണ്ട്, പഴുത്ത് കിടപ്പുണ്ട് നന്നായിട്ട്. അപ്പൊ ഞാനും മകളും കൂടി അത് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മൾബറിക്ക നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ തന്നെ ഫ്രീസറില് ഒരു 1/2 ലിറ്ററിന്റെ പാലിൽ നല്ല ആയിട്ട് തണുപ്പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി തണുത്തായതുകൊണ്ട് അത് മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ പാലെടുത്തിട്ട് ഇതേപോലെ ഇടികല്ല് വെച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതാ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷേക്ക് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എടുത്തുകൊണ്ട് വരാം. ഞാൻ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മൾബറിക്ക മൊത്തം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മൾബറിക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ കാണും. അപ്പൊ അതൊക്കെ നോക്കി ക്ലീൻ ചെയ്തതിന് ശേഷം എടുക്കണം കേട്ടോ. നമുക്ക് ഒരു 2 ഏലക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 അര കാഷ്യൂം കൂടി. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ പാൽ കഷ്ണങ്ങളില്ലേ, അതും കൂടി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കാണുന്നതിനൊരു ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ മിക്സിയുടെ ജാർ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാൽ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് മധുരം വേണ്ടേ, അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമ്മുടെ ഷേക്കിലേക്ക് ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടുന്നതാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ അടപ്പൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മൾബറിയും പാലാണെങ്കിലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ.